ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഫുട്ബോൾ സ്റ്റേഡിയമിന് അടുത്തേക്ക് അവർക്കും സ്വാഗതം. എക്സാംസും കാര്യങ്ങളൊക്കെയാണ് പ്ലസ് ടുവിൻ്റെ, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഇടാൻ സാധിക്കാത്തത്, ക്ഷമിക്കുക. അപ്പോൾ നമ്മളിന്ന് അപ്ഡേറ്റ് നോക്കാൻ പോവുകയാണ്. കുറച്ച് അപ്ഡേറ്റ്സാണ് നോക്കുന്നത്. അത് തന്നെ കഴിഞ്ഞ മത്സരത്തിൽ മോഹൻ ബഗാനെതിരെ ഹോം മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് പരാജയം നേരിടേണ്ടി വന്നു. ശക്തരായ മോഹൻ ബഗാനോട് എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത്. ഈ മത്സരശേഷം ആരാധകർ വളരെ നിരാശയിലാണ്. ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സിനെതിരെയൊക്കെ മാനേജ്മെൻറ്റിനെതിരെയൊക്കെ അവർ ആരോപണം ഉന്നയിക്കുകയും അതുപോലെ തന്നെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നതായിട്ട് കാണാമായിരുന്നു. കളി കഴിഞ്ഞുകൊണ്ട് സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്തു വരുന്നത് ചില ആരാധകർ കളി കഴിയുന്നതിന് മുമ്പേ, അതായത് ഒരു 80 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും കളി കാണാതെ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. ശക്തമായ മോഹൻ ബഗാൻ ആരാധകർ പിന്തുണ കൊച്ചി സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ. അത് അത്ഭുതപ്പെടുത്തിയിരുന്നു. കാരണം കൊച്ചി സ്റ്റേഡിയത്തിൽ അങ്ങനെ മോഹൻ ബഗാൻ്റെ ആരാധകരെ അധികം കണ്ടുവരാത്തതായിരുന്നു. എന്നാൽ ശക്തമായൊരു ആരാധക പിന്തുണ കഴിഞ്ഞ മത്സരത്തിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിൽ അറിഞ്ഞ് പഠിച്ച് ഇറങ്ങിയൊരു മോഹൻ ബഗാനെയാണ് കാണാൻ സാധിച്ചത്. പക്ഷേ ഒരു 30 മിനിറ്റോളം ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു മുന്നിൽ നിന്ന് കളി നയിച്ചത്. കാരണം അവർക്ക് ബോൾ വിട്ടുകൊടുക്കാതെ ഒരു അവസരവും നൽകാതെ ബ്ലാസ്റ്റേഴ്സ് അറ്റാക്കുകൾ തുടരെ നടത്തിക്കൊണ്ടിരുന്നെങ്കിൽ പോലും അതൊന്നും ഗുണം കണ്ടെത്താൻ സാധിച്ചില്ല. കാരണം ഗോളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. പല ഷോട്ടുകളും ഡിഫൻഡർ ക്ലിയർ ചെയ്യുന്ന കാഴ്ചയുണ്ട്. സുഭാഷിഷ് ബോസ് ആയിരുന്നു അതിൽ മെയിൻ. അദ്ദേഹം ഗോളി മറികടന്നു പോയ ബോൾ വരെ സുഭാഷിഷ് ബോസ് എന്ന് പറയുന്ന മോഹൻ ബഗാൻ്റെ ക്യാപ്റ്റനായിരുന്നു പല ബോളുകളും ഗോൾ ലൈൻ സേവ് കണ്ടത്. 2 ഗോൾ ലൈൻ സേവുകൾ ഞാൻ കണ്ടിരുന്നു. അതുപോലെ തന്നെ ഉറപ്പായും ഗോളാവേണ്ടത്. അതിനുശേഷം ഗോളിയുടെ ഒരു സേവ് ഉണ്ടായിരുന്നു. എടുത്തു പറയേണ്ടത് കഴിഞ്ഞ മത്സരത്തിൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് കളിച്ചത് ക്യാപ്റ്റൻ ആൻഡ്രിയാൻ ലൂണയും കോറോ സിംഗും അമാവിയൊക്കെ തന്നെയായിരുന്നു. അവരുടെ മികച്ച ഷോട്ടുകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ജിമിനസിനെയും പെപ്രയിനെയും ശക്തമായി പൂട്ടിയിരുന്നു മോഹൻ ബഗാൻ ഡിഫൻസ് എന്ന് തന്നെ പറയണം. നല്ല രീതിയിൽ അറിഞ്ഞ് പഠിച്ച് ഇറങ്ങിയതായിരുന്നു അവർ. ഗ്രെഗ് സ്റ്റുവർട്ടും സഹൽ സമതിയും അമിതാഭ്യൊന്നും ഇല്ലാത്തൊരു മോഹൻ ബഗാനെതിരെ വിജയം സ്വന്തമാക്കാൻ സാധിച്ചില്ല. അതിലുപരി ഒരു ഗോൾ പോലും സ്കോർ ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് വളരെയധികം ദയനീയകരം തന്നെയെന്ന് തന്നെ പറയണം. ഗോൾ കീപ്പർ സച്ചിൻ സുരേഷിനെതിരെ കടുത്ത വിമർശനമാണ്. കാരണം മര്യാദയ്ക്ക് ഒരു സേവ് പോലും ചെയ്യാനാവാത്ത അദ്ദേഹത്തിന് വളരെയധികം ആരാധക വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മത്സരത്തിന് ശേഷം. ഏതായാലും അടുത്ത മത്സരത്തിൽ കരൺജിത്തിന് അവസരം നൽകാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും മത്സരത്തിൽ പെപ്രയ്ക്കും ജിമിനസിനും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. കുറച്ച് അവസരങ്ങൾക്ക് ലഭിച്ചിരുന്നു, പക്ഷേ അത് കൃത്യമായി ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയണം. ആദ്യം 30 മിനിറ്റ് വളരെ നല്ല രീതിയിൽ ബ്ലാസ്റ്റേഴ്സ് കളിച്ചു പോയതായിരുന്നു. പിന്നീട് അങ്ങോട്ടൊരു താളം കിട്ടാത്തൊരവസ്ഥ മോഹൻ ബഗാനിലേക്ക് ബോൾ എത്തുകയും ലിസ്റ്റൻ കൊളാസിലൂടെ ഒരു അസിലൂടെ ഫസ്റ്റ് ഗോൾ കണ്ടെത്തുകയൊക്കെ ചെയ്യുമായിരുന്നു. ലിസ്റ്റൻ കൊളാസോയുടെ 2 ഫിസിക്കായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ ഇടയിലൂടെ അദ്ദേഹം വളരെ നിസ്സാരമായി കൊണ്ട് ഒരു ബോൾ എടുത്തു കൊണ്ടുപോവുകയും പാസ് കൊടുക്കുകയും അത് കൃത്യമായി അവർ ഗോളാക്കുകയും ചെയ്തു. അവിടെ നിന്നായിരുന്നു തുടക്കം. ഏതായാലും 3-0 എന്ന സ്കോറിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു. ഇനി പ്ലേ ഓഫ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ വിരളം തന്നെയാണ്. ഇനി വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ പ്ലേ ഓഫ് ഉള്ളൂ. വഴികളൊക്കെ അടഞ്ഞിട്ടുണ്ട്. ഇനി ബ്ലാസ്റ്റേഴ്സ് മുഴുവൻ മത്സരം വിജയിക്കുകയും മുമ്പിലുള്ള ടീമുകളും ബാക്കിലുള്ള ടീമുകളും ഇനിയുള്ള മത്സരങ്ങൾ തോൽക്കുകയും ചെയ്താൽ മാത്രമേ സാധ്യതകളുള്ളൂ എന്ന് തന്നെ പറയണം. അതും സാധിക്കണമെങ്കിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കണം. അപ്പം പ്ലേ ഓഫ് ഏകദേശം അവസാനിച്ച ഘട്ടം തന്നെയാണ്. അങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാത്തിരുന്ന് കാണാം. എന്തായാലും ഇനി അടുത്ത മത്സരം എഫ് സി ഗോവയ്ക്കെതിരെ ഹെവേ മത്സരമാണ്. ഫട്ടോറ സ്റ്റേഡിയത്തിൽ എഫ് സി ഗോവ സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും മത്സരം നടക്കുന്ന അടുത്ത ശനിയാഴ്ചയാണ്. അത് വിജയിക്കുമല്ലോ എന്ന് കാത്തിരുന്ന് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടുക. ഇതുപോലുള്ള ഈ സെലബ്രേറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.